ഫ്രണ്ട്സായിട്ട് നിൽക്കുകയാണെങ്കിൽ ഓളെന്ത് മിസ്റ്റേക്ക് കണ്ടാലും നമ്മളത് പോയിന്റ് ഔട്ട് ചെയ്യും. അതിപ്പോൾ ആൾക്കാരില്ലാണ്ടാവട്ടെ ഉള്ളോണ്ടാവട്ടെ, നമുക്കത് ബാക്ക് പോയി കുത്തേണ്ട ഒരു കാര്യമില്ല. എന്തിനാ ഓളവിടെ പതറിയത് എന്തിനാ? എന്നിട്ട് ഓള് പറയാ ആദിലേ നൂറേം പറഞ്ഞാല് എന്തിനാ അങ്ങനെ ആദിലേ നൂറേ ഷൈത്തേ എന്തിനാ നമ്മളതിൽ പിടിച്ചിടുന്നത്? അപ്പൊ ഓള് പറഞ്ഞ കാര്യം നോക്ക് ഓർമ്മല്ലേ? ഞാൻ ഉദ്ദേശിക്കുന്നത് PR-കാരുടെ ശക്തിയാണോ വലുത്, അതോ ഇത്ര കോടിക്കണക്കിന് ജനങ്ങളുടെ ശക്തിയാണോ വലുത് എന്ന് നമുക്ക് ഇതിലറിയാൻ പറ്റും. അതിന് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ജനങ്ങളുടെ ശക്തിയാണോ വലുത്, അതിന് പൈസ കൊടുത്ത് വാങ്ങിയ PR-ന്റെ ശക്തിയാണോ വലുത്? ലച്ചി ഇന്നലെ വിളിച്ചവിടെ ഇരിക്കുകയായിരുന്നു. ഞാനത് ഉറക്കത്തിന്റെ ഇതിൽ എണീച്ച് വന്നിട്ട് ഞാൻ നല്ല തെറിഞ്ഞാൻ പറഞ്ഞേരാ. എനിക്ക് പറ്റല്ല. ഇപ്പൊ കണ്ടപ്പോ പാർട്ട് 2 3 ആണെങ്കിൽ എനിക്ക് ഒരു ചുക്കൂല്ല. ഇതാണെന്ന് ഞരമ്പനാണെന്ന്. എങ്ങനെയാണ് ഇത് പറയുന്നത്? എനിക്കൊന്നും നെയ്ക്കല്ല ഇവിടുത്തെ. പുറകെ പോയപ്പോഴും എന്തിന് അവളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിട്ടോ? ഇല്ല, വില ഉണ്ടാവുക ചെരുപ്പിന്റെ വില പെടുന്നുണ്ടാവും. എവിടെയെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ജനുവനായിട്ട് നിൽക്കുന്നത് ഒന്നും ഇല്ലാതെ എന്തൊന്നും കിടന്ന് കാണിക്കണം. എനിക്കിതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവളെ കൂടെ ഇരിക്കുമ്പോണ്ടല്ലോ ഇവളെ എണീച്ച് പോയി വേറെ ആളെ കൂടെ ഇരിക്കുക. എന്നിട്ട് പറയാൻ പറ്റുന്നില്ല. ഭയങ്കര എന്തോ പോലെ കാണിക്കുക. സത്യം പറയാലോ, അത്രയും ഫേക്ക് ആയിട്ട് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് കാണിച്ച് നിൽക്കണ്ടായിരുന്നു.